വങ്കനാടിന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ എന്നും മലയാളികൾക്ക് ആവേശമാണ്. 35 വർഷം CPM ഭരിച്ച കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന പശ്ചിമ ബംഗാൾ, മമതാ ബാനർജി ഭരിക്കുന്ന സുവേന്ദു അധികാരി പ്രതിപക്ഷ നേതാവായ ബംഗാളിൽ ഇത്തവണ കോൺഗ്രസും CPM-ഉം ഒറ്റക്കെട്ട്. അങ്ങ് ബംഗാളിലേക്ക് നോക്കൂ. പണ്ട് കേരളത്തിലെ CPM നേതാക്കളുടെ പ്രസംഗങ്ങളിൽ കോൺഗ്രസിനെതിരെ മുഴങ്ങിക്കേട്ട വാചകങ്ങൾ. ആ ബംഗാളിൽ ഇന്ന് CPM-ഉം കോൺഗ്രസും ഒക്കെ ചെങ്ങായിമാരാണ്. കഴിഞ്ഞ തവണയും ഒന്നിച്ചാണ് മത്സരിച്ചതെങ്കിലും ഇത്തവണ ആ ബന്ധം സുദൃഢമാണ്. ബംഗാളിലെ കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരിക്കും CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനും മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും ഒരേപോലെ എതിരാളികൾ. തൃണമൂൽ കോൺഗ്രസിനും BJP-ക്കുമെതിരെ ചൗധരിയും സലീമും കൈയോട് കൈ ചേർത്ത് കൈപ്പത്തിക്കും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. BJP തൃണമൂൽ പോരാട്ടം എന്ന നിലയിൽ നിന്നും ത്രികോണ പോരിലേക്ക് ബംഗാൾ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടത്, കോൺഗ്രസ്, ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പാർട്ടികൾ സംയുക്തമായി നേടിയത് 20% വോട്ടാണ്. 18 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ ഇടത് കോൺഗ്രസ് മുന്നണി രണ്ടാമതെത്തി. മാൽഡ, മുർഷിദാബാദ് മേഖലകളിൽ കോൺഗ്രസ് കരുത്ത് കാട്ടിയപ്പോൾ സംസ്ഥാനമൊട്ടാകെ CPM വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ഇന്ത്യ മുന്നണിയായി മത്സരിക്കുമെന്ന് കരുതിയെങ്കിലും ബംഗാളിന്റെ ദീദി ഇത്തവണ മത്സരരംഗത്ത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് ശീലമുള്ള മമതാ ബാനർജിക്ക് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കടുപ്പമാണ്. കോൺഗ്രസുമായി സഖ്യത്തിന് താല്പര്യപ്പെട്ടെങ്കിലും ന്യായമായ സീറ്റ് കിട്ടാതെ ധാരണയ്ക്കില്ലെന്ന് കോൺഗ്രസ് ബംഗാൾ ഘടകം നിർബന്ധം പിടിച്ചു. ഒപ്പം മമതയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും നേതാക്കളെ പിന്നോട്ട് വലിച്ചു. ഫലത്തിൽ ബംഗാളിൽ ഇന്ത്യ മുന്നണി പാളിപ്പോയി. മമത ഒറ്റയ്ക്ക് പോരാടുന്നു. നരേന്ദ്രമോദി തന്നെയാണ് ബംഗാളിലും BJP-യുടെ പ്രധാന പ്രചാരണായുധം. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJP വോട്ട് തേടുന്നത്. സന്ദേശ് ഗലിയിലെ അതിജീവിതയെ സ്ഥാനാർത്ഥിയാക്കിയത് BJP-ക്ക് ഗുണകരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ആശയപരമായും രാഷ്ട്രീയമായും തൃണമൂലും BJP-യും ഒരുപോലെയാണ്. ബംഗാളിലെ CPM സെക്രട്ടറിയും കോൺഗ്രസ് പ്രസിഡന്റും ഒരുപോലെ പറയുന്നു. കഴിഞ്ഞ തവണ തൃണമൂലിനെതിരെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തിയ മുർഷിദാബാദിൽ ഇത്തവണ മത്സരിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറി. കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റ് സന്തോഷപൂർവ്വം മുഹമ്മദ് സലീമിന് കൈമാറിയതിലുണ്ട് വങ്കനാടിന്റെ പുതിയ രാഷ്ട്രീയം. അതെ, അങ്ങ് ബംഗാളിലേക്ക് നോക്കൂ.